പെട്ടെന്ന് പറഞ്ഞു സാർ. ഈ അടിയന്തര പ്രമേയം റൂൾ 52-ന്റെ ഒരു ക്ലോസും വയലേറ്റ് ചെയ്യുന്നില്ല. ഞാൻ അങ്ങയുടെ റൂളിങ്ങിനെ പക്ഷെ ഒരു തരത്തിലും ക്ലോസ് ചെയ്യുന്നില്ല. ഞാൻ ക്ലിയർ ചെയ്യാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, എല്ലാ ബഹുമാനവും അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം. പ്ലീസ് ഞാൻ ക്ലോസ് വായിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ക്ലോസ് വായിക്കാം. റൂൾ 53 പ്ലീസ് ഞാൻ റൂൾ വായിക്കട്ടെ. ചെയർ റൂൾ വായിക്കട്ടെ. ഒന്ന് അവിടെ നിൽക്ക്. റൂൾ 53, no motion which seeks to raise discussion on a matter pending before any statutory tribunal or statutory authority performing any judicial or quasi-judicial functions or any commission or court of inquiry appointed to inquire into or investigate any matter shall ordinarily permitted to be moved. Order. അടുത്ത ശ്രദ്ധ ക്ഷണിക്കൽ ബഹുമാനപ്പെട്ട ഇ ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഇ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ വികസന ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ചന്ദ്രശേഖരൻ സാർ, അടിയന്തര പ്രമേയം ഡിസ്പോസ് ചെയ്തിരിക്കുന്നു. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവരോട് ഇരിക്കാൻ പറ. പ്ലീസ് അവർ അവതരിപ്പിക്കട്ടെ. അവരവതരിപ്പിക്കട്ടെ. അടുത്ത അജണ്ടയിലേക്ക് പോയി. ശ്രദ്ധ ക്ഷണിക്കലാണ്. നിയമസഭയിൽ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയനെതിരായിട്ടുള്ള ആരോപണം, പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണം, ആ വിഷയം പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ നോട്ടീസ് തന്നെ തള്ളിക്കളയുകയാണ് സ്പീക്കർ ചെയ്തിരിക്കുന്നത്. റൂൾ 53 പ്രകാരം ആ നോട്ടീസ് തള്ളുന്നു എന്നാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ നിയമസഭയിൽ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് സ്പീക്കറുടെ റൂളിങ്ങിലൂടെ. ഇതിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം പ്രകടിപ്പിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം നിയമസഭയ്ക്ക് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. റൂൾ 52-ന്റെ ഒരു മാനദണ്ഡവും ലംഘിച്ചിട്ടില്ല എന്ന് സതീശൻ പറഞ്ഞു. പക്ഷേ അത് നിഷേധിക്കായിരുന്നു. സതീശന്റെ വാക്കുകളിലേക്ക്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്, ഫൈൻഡിങ് വന്നിരിക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻകം ടാക്സ് ഇൻറ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനവും അതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനി ആക്ട് പ്രകാരം നടത്തിയ അന്വേഷണത്തിലും വളരെ ഗൗരവതരമായ ക്രമക്കേടുകൾ ഈ കമ്പനി നടത്തിയതായി പറയുന്നുണ്ട്. യാതൊരുവിധ സേവനവും കൊടുക്കാതെ വലിയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടത്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഇതുകൊണ്ടാണ്, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്നാണ് ഫൈൻഡിങ്. ഇതിനെക്കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ തന്നെയുള്ള കമ്പനി ആക്ടിൻ്റെ ഭാഗമായി തന്നെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇന്നത്തെ സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത് ഭരണപക്ഷമാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പാടില്ല. മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല, തെരുവിൽ പ്രതിഷേധം പാടില്ല, നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ ഞങ്ങൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത്. ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ മറുപടിയുള്ള ദിവസം ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരവും പറയാതെ രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് ആ രണ്ട് കൈയും പരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്.
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തിയെ സംബന്ധിച്ച പ്രഭാഷണങ്ങളാണ്. ആർത്തി പാടില്ല, ആർത്തിയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത്, മനസമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിൻ്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിയമസഭയിൽ ആദ്യം ഈ ആരോപണം ശ്രീ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞത് ഒരു രേഖയും ഹാജരാക്കാൻ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് അനുവദിച്ചില്ലെന്നാണ്. ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു എല്ലാ അവസരം കൊടുത്തിട്ടും ഇവർ ഒരു രേഖയും ഹാജരാക്കിയില്ല, കാരണം ഇവരുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ രണ്ട് ഫൈൻഡിങ്ങും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്, വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ്. ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇന്ന് നിയമസഭയിലുണ്ടായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനമാണ്. വളരെയേറെ ഈ നാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ഒരു പൊതുപ്രശ്നം ഏറ്റവും സമീപ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇതൊക്കെയാണ് അടിയന്തര പ്രമേയത്തിന് ഉള്ള മാനദണ്ഡങ്ങൾ. ഈ അടിയന്തര പ്രമേയമായി ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ വളരെ പ്രീ പ്ലാൻഡായിട്ട് ഇങ്ങനെ ഒരു വിഷയം അനുവദിക്കരുത് എന്ന ഭരണകക്ഷിയുടെ നിർദ്ദേശത്തിന് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട SFIO അന്വേഷണം സഭയിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം തടയപ്പെട്ടിരിക്കുകയാണ്. മാത്യു കുഴൽനാടനാണ് നോട്ടീസ് നൽകിയത്. ആ നോട്ടീസ് തന്നെ തള്ളിയിരിക്കുകയാണ് സ്പീക്കർ. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. എന്നാൽ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്, സഭയിൽ വന്നിട്ട് പോലുമില്ല. ആർത്തി പ്രഭാഷണത്തിന്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരമില്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രി കൈപൊക്കി കാട്ടിയത് എന്നും സതീശൻ വിമർശിച്ചിരിക്കുകയാണ്. വീണ്ടും വയനാട്ടിലേക്ക് പോവുക.